സുഹൃത്തുക്കളെ, ഞാൻ ഇബ്രാഹിം അങ്ങാട്. സുന്നി ഐക്യത്തെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് പോകണം. പല സത്യങ്ങളും ഇവിടെ വെളിപ്പെട്ട് വരികയാണ്. അതിലെടുക്കാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത് കാണാനിടയായി, അൽ മുബാറക് വീക്കിലിയുടെ. അപ്പൊ അതിൽ തന്നെ ഒന്ന് വ്യക്തമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഉത്തരങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ വളരെ ക്ലിയർ അല്ല, ചില കാര്യങ്ങളൊന്നും നമുക്ക് ശരിക്കും വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങളെ മുന്നിൽ ഒന്ന് വായിക്കണം. അതുപോലെ തന്നെ ഇതിലെ കമന്റ് ബോക്സിൽ ഞാൻ ഇത് പിൻ ചെയ്ത് വെക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അതിൽ വായിക്കാൻ പറ്റും. അതിലേക്ക് ഞാൻ വരും. അതിനു മുമ്പ് ഇവിടെ എഫ് പിയിൽ കണ്ട ഒരു പോസ്റ്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉബൈദുല്ല ഫൈസി വേണിയമ്പലം അദ്ദേഹം എഴുതാണ്, 1997 പുലാമന്തോൾ വിളയൂർ തൂതപ്പുഴയോരത്ത് തീലത്ത് മുഹമ്മദ് മാസ്റ്റർക്ക് മറുപടി പറയാൻ സംഘടിപ്പിച്ച് സമസ്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവേ ഉസ്താദ് കെ ടി മാനുസ്തി ഒരു സംഭവം ഓർമ്മിച്ചെടുത്തു. 1980-കളിൽ വളാഞ്ചേരി മർക്കസ് ധനശേഖരണാർത്ഥം UAE-യിലെത്തിയ ഷെയ്ഖുന കെ അബൂബക്കർ ഹസ്രത്ത് അവർക്ക് പ്രതീക്ഷിക്കാത്ത ഒരു സംഖ്യ 30 ലക്ഷം രൂപ ഒരു അറബി നൽകുന്നു. ഇത്രയും വലിയ തുക കണ്ട് അത്ഭുതപ്പെട്ട ഷെയ്ഖുനയോട് അറബി പ്രസ്തുത തുക വിദേശ രാജ്യങ്ങളുടെ ബാങ്കുകളിൽ നിന്ന് നിക്ഷേപിച്ച കോടിക്കണക്കിന് ഡോളറുകളുടെ ഫായിദ അഥവാ പലിശയാണ് എന്ന് വിശദീകരിക്കുന്നു. ഉടൻ പണം കൈപ്പറ്റാതെ അതെനിക്ക് ഹലാലല്ല അഥവാ അനുദനീയമല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരാൻ ശ്രമിച്ച ഉസ്താദ് ഹസ്രത്ത് അവர்களോട് എന്നിട്ട് ഷെയ്ഖ് അബൂബക്കർ അഥവാ കാന്തപുരം ഇത്രയും തുക വാങ്ങിപ്പോയല്ലോ എന്ന് അറബി പറഞ്ഞു എത്രയെന്ന്. പണവും അധികാരവും സ്ഥാനമാനങ്ങളും എന്നും ദൗർബല്യമായിരുന്ന കാന്തപുരം പ്രതിസന്ധിയിലാവുന്ന ഘട്ടങ്ങളിലെല്ലാം വല്ലാഹി എന്നും പറഞ്ഞ് വിതുമ്പാറുണ്ട്. കോഴിക്കോട് അരീക്കോട് പള്ളിക്ക് വേണ്ടി ഒരു അറബി കൊടുത്ത ലക്ഷത്തിൽ പകുതി മാത്രം പള്ളിക്ക് നൽകിയത് പിടിക്കപ്പെടുമ്പോഴും അദ്ദേഹം വല്ലാതെ വിതുമ്പിയിരുന്നു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില പ്രദേശങ്ങളിൽ കുടുംബ വൈരാഗ്യവും രാഷ്ട്രീയവും സ്വരവും മൂലം ചിലർ കൊല്ലപ്പെട്ടപ്പോഴും സുന്നി പ്രവർത്തകരെ മുസ്ലിം ലീഗുകാർ കൊന്നേ എന്നും പറഞ്ഞു വിതുമ്പുകയും ഉറക്കെ നിലവിളിക്കുകയും ചെയ്തിരുന്നു അബൂബക്കർ മുസ്ലിയാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ എഴുതുന്നത്. അൽ മുബാറക് വീക്കിലി തിരൂര് 1989 ജൂലൈ മാസത്തിൽ ഇറങ്ങിയതിൽപ്പെട്ട അൽ മുബാറക്കാണത്. അപ്പോൾ അതിൽ AP യുടെ കരം പരിശുദ്ധം. കോഴിക്കോട് അരിക്കാട് പള്ളിക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വഴി താൻ 3 ലക്ഷം രൂപ മാത്രമാണ് സംഭാവന നൽകിയതെന്ന് സയ്യിദ് അബ്ദുല്ല കുലൈബ് അൽ ഹാമിലി അറിയിച്ചിരിക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അയച്ച കത്തിലാണ് കുലൈബ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 9/7/84 ചേർന്ന് മുഷാവറ കത്ത് വായിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. കത്തിന്റെ പൂർണ്ണ രൂപമാണിത്. വിശ്വാസയോഗ്യമായ പത്രങ്ങളിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു, ഇത് നല്ലത് തന്നെയാണ്. അള്ളാഹു നിങ്ങൾക്ക് നന്നായി പ്രവർത്തിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അവസാനമായി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, ഷെയ്ഖ് അബൂബക്കർ 3 ലക്ഷം രൂപ അരിക്കാട് പള്ളിക്കും 2 ലക്ഷം മറ്റു പള്ളികൾക്കും മദ്രസകൾക്കും മതസ്ഥാപനങ്ങൾക്കും നൽകിയത് എന്റെ അറിയിപ്പ് പ്രകാരത്തിൽ തന്നെയാണ്. ഷെയ്ഖ് അബൂബക്കർ അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും എന്റെ മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. മലയാള പത്രങ്ങൾ വാദിച്ച പോലെ 5 ലക്ഷം ഇന്ത്യൻ രൂപ അരിക്കാട് പള്ളിക്ക് താൻ നൽകിയിട്ടില്ലെന്ന് എനിക്കറിയാം. മറിച്ച് ഞാൻ നൽകിയത് 3 ലക്ഷം ഇന്ത്യൻ രൂപയാണ്. ഇത് എന്റെ അറിയിപ്പും സാക്ഷ്യപത്രവുമാണ്. വസ്തുതയുടെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഞാൻ എന്നതിന് ഞാൻ സാക്ഷിയാണ്. സ്വന്തം നീതി പാലിക്കാനും നീതിക്ക് വേണ്ടി സാക്ഷിയാകാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. തോഫീക്കിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഒപ്പ് നിങ്ങളുടെ ദീനി സഹോദരൻ അബ്ദുല്ല കുലൈബ് ഹാമിലി, അബുദാബി UAE. ഇതാണ് ഈ കുലൈബ് എന്ന് പറയുന്ന വ്യക്തി എഴുതിയ എഴുത്ത് സമസ്ത മുഷാവറത്തിൽ. ആ മുഷാവറയിൽ റയീസുൽ മുഹക്കിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഹുസൈന്റെ നേതൃത്വത്തിൽ ഒരു യോഗം നടന്നത് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. റയീസുൽ മുഹക്കിഖീൻ കോഴിക്കോട് കാറ്റുവേഗത്തിൽ ഊഹാപോഹങ്ങളും കെട്ടുകഥകളും പ്രചരിച്ചു കൊണ്ടിരിക്കെ ചിദ്രശക്തികളുടെ മനക്കോട്ടുകൾ തട്ടി നിരപ്പാക്കിക്കൊണ്ട് തികച്ചും നാടകീയമായാണ് മുഷാവറയുടെ സുപ്രധാന തീരുമാനം വന്നത്. നിർണായക തീരുമാനത്തിന് രൂപം കൊടുത്തതിന് ഇതിനായി യോഗം കശാഗ്രബുദ്ധിയോടെ നിയന്ത്രിച്ചതും സമുദായത്തിന്റെ കരുത്തനായ പണ്ഡിത ജ്യോതിസ് റയീസുൽ മുഹക്കിഖീൻ മൗലാന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരായിരുന്നു. വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയാകാം യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഗൗരവം അദ്ദേഹം പ്രകടിപ്പിച്ചു. യോഗ നടപടികളിലെല്ലാം മഹാനവറുകളുടെ സാന്നിധ്യം നിറഞ്ഞു നിന്നു. 85 കഴിഞ്ഞിട്ടും കത്തി നിൽക്കുന്ന ദൈഷ്ണിക ഭാവം അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും ചലനത്തിലും ദൃശ്യമായിരുന്നു. അംഗങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോഴും പരാതിക്കത്തും കുലൈബിന്റെ കത്തും വായിക്കുമ്പോഴും അതെല്ലാം ജാഗ്രതയോടെ കേൾക്കുകയും അപ്പോൾ തന്നെ യുക്തിപൂർവ്വം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. തീരുമാനങ്ങൾ ശറഈന്റെ ഹുക്മ് അനുസരിച്ചാകാൻ അവിടുന്ന് പ്രത്യേകം ശ്രമിക്കുന്നുണ്ടായിരുന്നു. തീരുമാനം പ്രഖ്യാപിച്ച് പിരിയാൻ നേരം അദ്ദേഹം ഓർമ്മപ്പെടുത്തി, ഇത് അന്തിമ വിധിയാണ്. ഇതിനെതിരെ ആര് സംസാരിച്ചാലും അവർ ഫിത്തിനക്കാരാണ്. സ്വന്തം ലേഖകൻ. തന്ത്രപ്രധാനമായ തീരുമാനം. തിരൂര് അബുദാബിയിലെ ഷെയ്ഖ് അബ്ദുല്ല കുലൈബ് അൽ
ഹാമിലി നൽകിയ സംഭാവന സംബന്ധിച്ച് അരീക്കാട് പള്ളി കമ്മിറ്റി നൽകിയ പരാതിന്മേൽ കേന്ദ്ര മുഷാവറ കൈക്കൊണ്ട തീരുമാനം ദീർഘവീക്ഷണത്തോടും അതിലേറെ തന്മയത്വത്തോടും കൂടിയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സമസ്തയോ കീഴ്ഘടകങ്ങളോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടതായി പരാതിക്കാർ പറയുന്നില്ല. സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി സംഭാവനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന ആരോപണം മാത്രമാണ് മുഷാവറക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ മുഷാവറക്ക് പരിശോധിക്കാനുണ്ട്. ആരോപണ വിധേയൻ പറയുന്ന വ്യക്തി കുറ്റക്കാരനാണെന്ന് ഒരു നിയമ കോടതി വിധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മുഷാവറക്കകത്ത് നിന്നോ ഉത്തരവാദിത്തപ്പെട്ട കീഴ്ഘടകങ്ങളിൽ നിന്നോ കുറ്റക്കാരാണെന്നതിന് ഇസ്ലാമിക വീക്ഷണത്തിൽ നിലവിലുള്ള ഖണ്ഡിതമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ? ഇതെന്നല്ലാതെ അന്വേഷണം നടത്തേണ്ട കുറ്റാന്വേഷണ വകുപ്പിന്റെ പണി മുഷാവറക്കില്ല. മുഷാവറയുടെ മേൽ പറഞ്ഞ രീതിയിലുള്ള തെളിവുകളോ അതിൽ കുറഞ്ഞതാരോ ആരും ഹാജരാക്കില്ലെന്ന് മാത്രമല്ല, JP നിരപരാധിയാണെന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഹുലൈബിന്റെ കത്തുകൂടി യോഗം ചർച്ച ചെയ്യുകയുണ്ടായി. ഇതോടെ സംഘടനക്കകത്തുലച്ച് JP കൈകാര്യം ചെയ്യാനുള്ള നീക്കം അമ്പെ പൊളിഞ്ഞുപോയി. ഇനി ഒരു നിയമയുദ്ധത്തിന്റെ സാധ്യതയാണ്, അത് കണ്ടറിയണം. ആർക്കെങ്കിലും ഇവിടെ നിന്നെങ്കിലും കിട്ടാനുള്ള കുറ്റി പിരിക്കുന്ന റിസീവർ പണി സമസ്തയെ ഏൽപ്പിക്കാമെന്ന മോഹം നടപ്പില്ല എന്ന് തീരുമാനം ബന്ധപ്പെട്ട കക്ഷികളെ താക്കീത് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. ഇതൊരു കീഴ്വഴക്കമാക്കി ഇടപാട് തർക്കവുമായി മുഷാവറയെ സമീപിക്കാനുള്ള അവസരവും സുപ്രധാനമായ തീരുമാനവും വിഫലമാക്കുന്നു. ഒറ്റവാക്കിൽ തന്ത്രപ്രധാനവും ശ്രദ്ധേയവുമായ വിധിയാണ് മുഷാവറ അരീക്കാട് പള്ളി പ്രശ്നത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. സ്വന്തം ലേഖകൻ. ഇനി അതിന്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഇങ്ങനെ എഴുതിയത് നമുക്ക് കാണാം. അൽ മുബാറക്കിന്റെ വിജയം. കുപ്രസിദ്ധമായ മലപ്പുറം പത്രം ഇപ്പോൾ സമസ്തക്ക് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. അരീക്കാട് പള്ളിയുടെ പേര് സമസ്തയെ വിമർശിക്കുന്നു. നേരത്തെ നേതാക്കളെ വിമർശിച്ച് ഇതിന്റെ ബാക്കിയായിരുന്നു. അരിക്കാട്ടുകാരായ ചിലർ സമസ്തയ്ക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് ചർച്ച ചെയ്യാൻ മുഷാവറ വിളിക്കണം പോൽ വിളിപ്പൊയ്ക്കാത്തതിനാലാണ് പത്രം സാഹിത്യം വിളമ്പുന്നത്. കാന്തപുരത്തെ കള്ളനാക്കുന്നതാണ് കത്ത്. പക്ഷെ ആ കത്തിന്റെ കള്ളി എന്നോതക പൊളിഞ്ഞിരിക്കുന്നു. അതെഴുതിയ കടലാസിന്റെ വില പോലും അതിനില്ല. പാവം മുടന്തന്മാർ. ഏതാനും രാഷ്ട്രീയ പ്രാന്തന്മാരുടെ തലയിൽ നിന്നാണ് ഈ കത്ത് വന്നത്. ഇത് ചർച്ച ചെയ്യാൻ മുഷാവറ വിളിക്കേണ്ടതില്ല. അവർ പറയും പോലെ വിളിക്കാനല്ല മുഷാവറ. യഥാർത്ഥം സുന്നികൾക്ക് ഇവിടെ നടക്കുന്ന കള്ളക്കളികൾ വ്യക്തമാകും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. അധികം കാക്കേണ്ടി വരില്ല. മലപ്പുറം വിഡ്ഢികളോട് ഇതാണ് പറയാനുള്ളത്. മുഷാവറ വിളിപ്പിക്കാൻ മാത്രം വലിയതല്ല. നിങ്ങൾ ആനകളുടെ പേരിൽ കഴുതകളാണ്. നിങ്ങളുടെ പിന്നിൽ ലക്കം 28 മുഖപ്രസംഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞ് ഇതവിടെ ഇതിന്റെ പബ്ലിഷ് ചെയ്ത പ്രസ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ ചീഫ് എഡിറ്റർ മുസ്തഫൽ ഫൈസി, അദ്ദേഹത്തെ നമ്മൾ അറിയില്ല. അപ്പൊ നമുക്ക് ഈ എഴുത്തിൽ നിന്ന് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിലും ഇതിന്റെ താഴെ എഴുതിയതെന്ന് വ്യക്തമായിട്ട് 2 3 തവണ ഒന്ന് വായിക്കാം. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഉസ്താദിനെ കള്ളനാക്കാനുള്ള പണി ഇന്നും വരെ തുടങ്ങിയതല്ല, വർഷങ്ങൾക്ക് മുമ്പുണ്ട് ഇതൊക്കെ അല്ലെ. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോന്നായിട്ട് ഇത്തരം തെളിവുകൾ കിട്ടുന്നത് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരികയെന്ന് ചെയ്യും. കാരണം അപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ്.